നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഇലക്ട്രിക് വാഹനങ്ങൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിൽക്കുന്ന വാഹനങ്ങൾ വലിയൊരു ശതമാനം ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പലരും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയെ പറ്റിയുള്ള ആശങ്കയാണ്. ബാറ്ററി കുറേ കാലം ഓടിക്കഴിഞ്ഞ് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലോ എന്നുള്ള പേടിയാണ്. അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ MGയും അതുപോലെ തന്നെ മഹീന്ദ്രയും ഒക്കെ വന്നിട്ടുണ്ട്. ലൈഫ് ടൈം വാറണ്ടിയാണ് ബാറ്ററിക്ക് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ പെട്ടെന്ന് ചാർജ് ആകുന്ന വാഹനങ്ങൾ വേണ്ട എന്നുള്ളതായിരുന്നു. അതിനും പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പല വാഹനങ്ങളും ഒരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ 80% ചാർജ് ആകുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം റേഞ്ച് കിട്ടുന്ന വാഹനം വേണം എന്നുള്ളതാണ്. അതായത് എത്ര ദൂരം വേണമെങ്കിലും ചാർജ് ചെയ്യാതെ ഓടിച്ചു പോകാൻ പറ്റണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അനുസരിച്ച് ഒരു 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയൊക്കെയുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു 500 to 600 ഒക്കെയാണ് പൊതുവെ റേഞ്ച് പറയുന്നത്. പക്ഷേ അതുപോലെ ഒരു 1000 കിലോമീറ്ററെങ്കിലും റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് വാഹനം വന്നാൽ ഞാൻ വാങ്ങിക്കും എന്നൊക്കെ പറയുന്ന പലരുമുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ഓടിച്ചാൽ ബോംബെ വരെയൊക്കെ എത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. അതിനുശേഷം അവിടെ നിന്ന് ചാർജ് ചെയ്ത് തിരിച്ചു ഓടിച്ച് നാട്ടിലേക്ക് പോരുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടി 1000 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് വാഹനം വരുന്നുണ്ട്. ചെറിയ പൈസയൊന്നും ആയിരിക്കില്ല, കാരണം ബെൻസിൻ്റെ വാഹനമാണ്. ഇപ്പോൾ നിലവിലുള്ള EQS, ബെൻസിൻ്റെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള സെഡാനായ EQSൻ്റെ പുതിയ രൂപം വരാൻ പോകുമ്പോൾ അതിന് 1000 കിലോമീറ്റർ അധികം റേഞ്ച് ഉണ്ടാകും എന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ തന്നെ EQS നിലവിലുണ്ട്. EQSൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് കമ്പനി പറയുന്ന റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് 588 കിലോമീറ്ററാണ്. പക്ഷേ ഇനി വരാൻ പോകുന്നതാണ് 1000 കിലോമീറ്റർ. അപ്പോൾ 1000 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വാഹനം കൊണ്ടുള്ള പേടിയൊക്കെ പലരുടെയും മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും പുതിയ EQSൽ ചില പരീക്ഷണങ്ങൾ കമ്പനി നടത്തി. പരീക്ഷണം നടത്തിയ ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു US കമ്പനിയായ ഫാക്ടോറിയൽ എനർജി എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ട് പുതിയ ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് 1000 കിലോമീറ്റർ റേഞ്ച് കിട്ടിയത്. ഇപ്പോൾ UKയിൽ 1000 കിലോമീറ്റർ റേഞ്ചുള്ള EQSൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരതിൽ പ്രധാനമായിട്ടും ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ലിത്യം അയൺ ബാറ്ററി മാറ്റിയിട്ട് സോളിഡ് ബാറ്ററിയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ സാങ്കേതിക വിദ്യയെപ്പറ്റി സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും ഇതേ വലിപ്പമുള്ള ലിത്യം അയൺ ബാറ്ററിയേക്കാളും വളരെ എഫിഷ്യൻ്റാണ് ഈ ഒരു സോളിഡ് ബാറ്ററി എന്നാണ് പറയുന്നത്. 25% കൂടുതൽ റേഞ്ച് ഇതേ വലിപ്പമുള്ള ലിത്യം അയൺ ബാറ്ററിയേക്കാളും ഇതിന് കിട്ടും. കൂടാതെ എഫിഷ്യൻസി കൂടുന്ന മാത്രമല്ല, അതിൻ്റെ ഡ്യൂറബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം വലിയ മാറ്റമുണ്ടെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോഴുള്ള EQSൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇത് ഘടിപ്പിക്കാൻ വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. താഴെ ഫ്ലോറിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും സോളിഡ് ബാറ്ററി അതിൽ ഫിറ്റായി. അങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോഴാണ് 1000 കിലോമീറ്റർ അധികം റേഞ്ച് ഈ ഒരു വാഹനം നൽകിയത്. അപ്പോൾ എന്തായാലും ഒരു വിപ്ലവം തന്നെയാണ് വരാൻ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് ഒരു അടുത്ത വർഷം അവസാനത്തോടുകൂടിയൊക്കെ വിപണിയിലെത്താനുള്ള സാധ്യതയാണ് പറയുന്നത്. കാരണം അതുപോലെയൊക്കെ ഓടിച്ച് നോക്കണമല്ലോ ഈ പുതിയൊരു ടെക്നോളജിയൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ നിലവിലുള്ള EQS സെഡാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന 107.8 കിലോ വാട്ടിൻ്റെ ലിത്യം അയൺ ബാറ്ററിയാണ്. ഞാൻ പറഞ്ഞ പോലെ 588 കിലോമീറ്ററാണ് റിയൽ വേൾഡ് മൈലേജ് ആയിട്ട് പറയുന്നത്. പക്ഷേ പുതിയ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന് പറയുന്നത്, അതിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് 391 കിലോ വാട്ട് പെർ കിലോഗ്രാം ആണ്. പക്ഷേ ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ EQSലെ ബാറ്ററി പാക്ക്, അതായത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി പാക്കിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് 391 കിലോ വാട്ട് പെർ കിലോഗ്രാം ആണ്. എന്ന് തന്നെയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകഭാഗങ്ങളെല്ലാം മാറ്റേണ്ടതുണ്ട്. ലിത്യം അയൺ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട് ഘടിപ്പിച്ച എല്ലാം മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ ഹൈ പവർ ബാറ്ററിക്ക് വേണ്ടി ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ബെൻസിൻ്റെ ഫോർമുല 1 എഞ്ചിനീയർമാരാണ്. അങ്ങനെ പലരും ചേർന്നിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പ്രഗത്ഭരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു ബാറ്ററി പാക്കും അതിനോടൊപ്പം ചേർന്നുള്ള സാധനങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നു. UK പല സ്ഥലത്തും ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, UK ജീവിക്കുന്നവർ നോക്കിയാൽ മതി, സോളിഡ് ബാറ്ററി എന്ന സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന EQS കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ഞാൻ ഈ പറഞ്ഞ 1000 കിലോമീറ്ററോളം റേഞ്ചുള്ള വാഹനമാണെന്നുള്ള. അവർ മ്യൂളായിട്ട് മൂടിപ്പോയിഞ്ഞൊന്നുമല്ല ടെസ്റ്റ് നടത്തുന്നത്, തന്നെ വളരെ അഭിമാനത്തോടെ സൈഡിൽ സോളിഡ് ബാറ്ററി എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്തരം വാഹനങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുക അത് ഈ ഒരു 1000 കിലോമീറ്റർ റേഞ്ച് തരുന്ന ഏറ്റവും പുതിയ വരാൻ പോകുന്ന വാഹനമാണെന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത വർഷം അവസാനത്തോടുകൂടി, അതായത് 2026 അവസാനത്തോടുകൂടി നമുക്ക് ഈ 1000 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം പ്രതീക്ഷിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിനൊക്കെ മുമ്പ് ചിലപ്പോൾ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ചൈനയിൽ നിന്നും 1000 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം വരാൻ പോകുന്നത്. കാരണം അവിടെ ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ കേൾവിയുള്ള ഒരു കമ്പനി 1000 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ബെൻസിൻ്റെ കാര്യത്തിലുള്ള പ്രത്യേകത. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സുമിത് ഷാജഹാനാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ഈ വാഹനം അയച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബെൻസ് GLA ആണ്. 65,000 കിലോമീറ്ററായി. ഞാൻ വളരെ ഹാപ്പിയാണ്. എങ്കിലും വോൾവോ
വാങ്ങണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പുതിയ XC90 വന്നല്ലോ, ആ മോഡലിനെ കുറിച്ച് പറയാമോ? കുറേ മാറ്റങ്ങൾ പഴയ മോഡലുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ചാക്കോളാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു അതിൻ്റെ ലോഞ്ച്, കൊച്ചിയിലെ ലോഞ്ച്. ഇപ്പോൾ അത് വിപണിയിലെത്തിയിട്ടുണ്ട്, അതായത് ഡീലർഷിപ്പുകളൊക്കെ ലഭ്യവുമാണ്. ഈ ഒരു XC90യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പരമ്പരാഗതമായ യാഥാസ്ഥിതികമായ രൂപമായിരുന്ന വോൾവോയുടെ വാഹനങ്ങൾക്ക് വലിയൊരു ഡിസൈൻ കുതിച്ചുചാട്ടം ഉണ്ടായത് പഴയ XC90 വന്നപ്പോഴാണ്. ഇതൊന്നും തന്നെയല്ല, ഇൻറ്റീരിയർ അടക്കം ഇപ്പോൾ വോൾവോ പിന്തുടരുന്ന പല കാര്യങ്ങളും ആദ്യമായിട്ട് വന്ന XC90യിലാണ്. ഒരു ഗംഭീരമായ വാഹനമാണ്. അതിൻ്റെ ഒരു ഗുണം അറിയാവുന്നവരൊക്കെ അത് വാങ്ങിക്കുന്നുണ്ട്. അല്ലാത്തവരൊക്കെ ബെൻസ് അല്ലെങ്കിൽ ഓഡി, BMW എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ വോൾവോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ നന്മകൾ അറിയാവുന്നവർ അതിലേക്ക് പോവുകയാണ് ഇപ്പോഴും നല്ല എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഏറ്റവും പുതിയ XC90 വന്നപ്പോൾ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറേ കൂടി മോഡേൺ ആക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. പുതിയ ഗ്രില്ലാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നേരത്തെയുള്ള ആ ഒരു വെർട്ടിക്കൽ സ്ലാറ്റൊക്കെ മാറിയിട്ട് ചെരിഞ്ഞ സ്ലാറ്റുകൾ വന്നു, കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള സ്ലാറ്റുകൾ വന്നു എന്നുള്ളതാണ്. അതോടുകൂടി വാഹനത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ വലിയ കാര്യമായ മാറ്റം സംഭവിച്ചു. പിന്നെ ഈ തോഴ്സ് ഹാമർ എന്ന് കമ്പനി വിളിക്കുന്ന ഹെഡ്ലൈറ്റ് കുറച്ചുകൂടി ഒന്ന് മെലിഞ്ഞ് നീണ്ട് ഭംഗിയായിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്താണെങ്കിൽ ഉൾഭാഗമൊക്കെ ബ്ലാക്കൻ ചെയ്തു. അതുപോലെ തന്നെ പുതിയ അലോയ് വീല്, പുതിയ ഡിസൈനുള്ള അലോയ് വീല് വന്നു. പിന്നെ ബമ്പർ, മുന്നിലും പിന്നിലും ബമ്പറിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു അലോയ് വീലിൻ്റെ മാറ്റം മാത്രമേ കാണാനുള്ളൂ. അതുപോലെ വീൽ ബേസ് ഉൾപ്പെടെയുള്ള ഡയമെൻഷൻസിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല, അതൊക്കെ പഴയ ഡയമെൻഷൻസിൽ തന്നെ നിൽക്കുകയാണ്. പുതിയൊരു നിറം കൂടി വന്നു, അതിൻ്റെ പേര് മൾബറി കളർ എന്നാണ്. അതുകൂടി ഇപ്പോൾ പുതിയ മോഡൽ വന്നപ്പോൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, ബ്രൈറ്റ്, ഡസ്ക്, ഗ്രേ എന്നിവയാണ് നിലവിലുണ്ടായിരുന്ന നിറങ്ങൾ. അതൊക്കെ തന്നെ പുതിയതിലേക്കും വന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, പഴയ XC90 ആണ് ആദ്യമായിട്ട് ഏറ്റവും വലിയ സ്ക്രീൻ വന്നത്. അതായത് ഇന്ത്യയിലെ മറ്റൊരു വാഹനത്തിലും ഇല്ലാത്ത അത്രയും വലിയ സ്ക്രീനായിരുന്നു XC90യിൽ വന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും അതിനൊക്കെ കുറച്ചുകൂടി വലിയ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 11.2 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഇപ്പോൾ പുതിയ XC90യിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടിയിട്ടുണ്ട്. പുതിയ യൂസർ ഇൻ്റർഫേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ക്യാമറയും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കുറേ കൂടി റെസൊല്യൂഷനൊക്കെ ഉള്ളതായിട്ടുണ്ട്. വയർലെസ് ചാർജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. എന്തൊക്കെയായിരുന്നു എക്സിസ്റ്റിംഗ് കാര്യങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ പനോരമിക് സൺറൂഫ്, 19 സ്പീക്കറിൻ്റെ ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ, നാപ്പ ലെതർ സീറ്റുകൾ, പിന്നെ സീറ്റ് വെൻറ്റിലേഷൻ, 7 എയർ ബാഗുകൾ എന്നിവയൊക്കെ പഴയതിലുണ്ടായിരുന്ന ഇതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഇൻറ്റീരിയറിലെ കളേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട്. ബ്ലാക്ക്, ഓഫ് വൈറ്റ്, ലൈറ്റ് ബ്രൗൺ എന്നീ 3 ഇൻറ്റീരിയർ നിറങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. നേരത്തെ മെറൂൺ അതുപോലെ ബ്രൗൺ ഈ 2 നിറങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. എഞ്ചിനിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല, പക്ഷേ വിലയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയോളം വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.03 crores, അതായത് 1,30,000. അതന്നെ 1,30,000. നമ്മളങ്ങനെ കോടി പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടാണ്. 1,30,000 രൂപയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം വില. അതിപ്പോൾ നമ്മൾ വോൾവോ ചെന്നൊന്ന് കരഞ്ഞൊക്കെ കാണിച്ചാൽ 30,000 കുറച്ച് രൂപയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് 1 കോടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ വാഹനം ഇപ്പോൾ ലഭ്യമാണ്. നേരെ ഡീലർഷിപ്പിലേക്ക് ചെന്നാൽ മതി. സുധീദാസ് കണ്ണൂരാണ് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത്. എനിക്കൊരു 7 സീറ്റർ വാങ്ങണമെന്നുണ്ട്. കിയ കാരൻസ് എനിക്കിഷ്ടമാണ്, പക്ഷേ നിലവിലുള്ള കാരൻസ് വിറ്റ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായല്ലോ. ഉടനെ എങ്ങാനും കാരൻസിൻ്റെ പുതിയ മോഡൽ വരുന്നുണ്ടോ? അതിനായി കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ് സുധി പറഞ്ഞത്. 2021 കാരൻസ് ആദ്യമായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 വർഷം യാതൊരു മാറ്റവുമില്ല, തുടരുകയാണ്. കിയയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കിയയൊക്കെ 2 വർഷം കൂടുമ്പോൾ വാഹനങ്ങൾ പുതുക്കുന്ന പതിവുണ്ടെങ്കിൽ കാരൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏറെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. തൊട്ടടുത്ത മാസം, അതായത് ഈ വരുന്ന ഏപ്രിലിൽ ഏറ്റവും പുതിയ കാരൻസ് വരികയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. എന്ന് തന്നെയുമല്ല, അതിന് തൊട്ട് പിന്നാലെ അതായത് ജൂണിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും വരികയാണ്. അപ്പോൾ കാരൻസ് EVയും വരുന്നു, പുതിയ കാരൻസും വരികയാണ് വളരെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാരൻസ് എന്ന് പറയുന്നത് പക്ക ഒരു മൾട്ടിപർപ്പസ് വാഹനത്തിൻ്റെ രൂപമാണല്ലോ. MPV രൂപമാണെങ്കിൽ ഇനി വരാൻ പോകുന്നതിന് കുറച്ചൊരു SUV-ish രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. സിറോസിൻ്റേത് പോലെയുള്ള ഹെഡ് ലാമ്പും ഡേറ്റയും റണ്ണിങ് ലാമ്പും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഈ സിറോസ് എന്ന് പറയുമ്പോൾ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ സിറോസിൻ്റെ രൂപത്തിലേക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെയും അതുപോലെ ഡേറ്റ റണ്ണിങ് ലാമ്പിൻ്റെയും രൂപത്തിലേക്ക് ഈ ഒരു കാരൻസിൻ്റെയും ഹെഡ്ലൈറ്റൊക്കെ മാറ്റിയിരിക്കുകയാണ്. ടെയിൽ ലാമ്പുകൾക്ക് വെർട്ടിക്കൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പതിവ് പോലെ ഇപ്പോൾ ഒരു LED ലൈറ്റ് ബാർ വന്നിട്ടുണ്ട്. അതുപോലെ അലോയ് വീലിൻ്റെ ഡിസൈനും അതും പുതുതാകുമെന്നാണ് കേൾക്കുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇതിൻ്റെ മ്യൂളായിട്ടാണ് ഇപ്പോൾ ടെസ്റ്റൊക്കെ നടക്കുന്നത്. അത് ഫുൾ ബ്ലാക്ക് ആയിട്ട് പൊതിഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ കൂടെ ഒളിഞ്ഞൊക്കെ നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അല്ലാതെ കൃത്യമായിട്ട് കമ്പനിയൊന്നും വെളിവിട്ടിട്ടില്ല.
ഉൾഭാഗത്തെ മാറ്റങ്ങൾ തീരെ വ്യക്തമല്ല. കാരണം ഇങ്ങനെ നോക്കിയാൽ പോലും കാണാത്ത രീതിയിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് ജെറിക്കാണ് ഗ്ലാസ്സൊക്കെ അതുകൊണ്ട് വ്യക്തമല്ല. എങ്കിൽ പോലും ഡാഷ്ബോർഡ് അല്പം ഉയർന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതും കുറച്ചൊരു SUV രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. സ്വിച്ചുകളും മറ്റും ഇപ്പോൾ സെൽറ്റോസിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്ന സ്വിച്ചുകളൊക്കെയാണ്. ഫീച്ചേഴ്സ് കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടോപ്പ് മോഡലിൽ ADAS 2 സെക്കൻഡ് ലെവൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 360 ഡിഗ്രി ക്യാമറയും അതുമൊക്കെ ഉണ്ടാകും. എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാൻ ഇടയില്ല. 1.5 ലിറ്റർ പെട്രോൾ, അതുപോലെ തന്നെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എന്നിവ തുടരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കാരൻസിൻ്റെ വിശേഷങ്ങൾ. പിന്നെ കാരൻ CVയുടെ കാര്യമാണ്. കാരൻ CVയുടെ വിവരങ്ങളൊന്നും തന്നെ വെളിവിട്ടിട്ടില്ല കമ്പനി. എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹ്യുണ്ടായി ക്രെറ്റയുടെ മോട്ടറും അതുപോലെ തന്നെ ബാറ്ററി പാക്കും ഒക്കെ ആയിരിക്കും ഇതിലേക്ക് വരുന്നതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും പുതിയ കാരൻസിൻ്റെ വില കൂടുന്നുള്ള സംശയമില്ല. ഒരു 50,000 രൂപയെങ്കിലും കൂടും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. EVയുടെ വിലയാണെങ്കിൽ ഒരു 18 ലക്ഷം രൂപയെങ്കിലും വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 7 സീറ്റർ EV എന്നുള്ള പുതിയ സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു പുതിയ വാഹനം വരുന്നത്. പുതിയ സെഗ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം BYDക്ക് ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ വില കുറച്ച ഒരു 7 സീറ്റർ EV എന്നുള്ള ഒരു പുതിയ സെഗ്മെൻറ്റ് വെട്ടി തുറന്നുകൊണ്ടായിരിക്കും ഈ കാരൻ CV വരാൻ പോകുന്നത്. അതുതന്നെയാണ് ആ ഒരു വാഹനത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ USP ആയിട്ട് പറയാവുന്നത്. അടുത്ത ചോദ്യം വായിച്ചിരിക്കുന്നത് സുനിൽ കൃഷ്ണനാണ്. ഞങ്ങൾ കിയ സിറോസ് HTX 7 DCT വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഈ കാര്യത്തിൽ വിലയേറിയ ഉപദേശം പ്രതീക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സിറോസിൻ്റെ കാര്യത്തിൽ അടുത്ത കാലത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ രസകരമായി സംഭവിച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ, അവൻ ഫെഡറൽ ബാങ്ക് ജോലിയാണ്. അവൻ ഒരു ദിവസം വിളിച്ചിട്ട് കിയയുടെ വാഹനങ്ങളെപ്പറ്റി ചോദിക്കുകയും സെൽറ്റോസിന് എങ്ങനെയുണ്ട് സെൽറ്റോസ് എന്ന് ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ പറയുന്നു. അവൻ സെൽറ്റോസ് ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ കിയയുടെ ഷോറൂമിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഇവിടെ കിടിലൻ സാധനം കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പേര് സിറോസ് എന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഓർക്കുന്നത് സിറോസ് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം. ഞാൻ പറയടാ സിറോസ് നല്ല വാഹനമാണ്, നീ അന്ന് മൊത്തത്തിൽ നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി അവൻ അത് ബുക്ക് ചെയ്തു. അതായത് ചേട്ടത്തിയെ പെണ്ണ് കാണാൻ ചെന്ന് അനിയത്തെ കെട്ടിയെന്ന് പറഞ്ഞ പോലെയായി അവൻ്റെ കാര്യം. അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക, ഒരു ആകാംക്ഷ ഉണർത്തുന്ന അല്ലെങ്കിൽ അത്രയധികം രസകരമായ രൂപമാണ് ആ വാഹനത്തിൻ്റെ എന്ന് മനസ്സിലായി. അതിനെ കുട്ടി ഡിഫൻഡർ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. സൈഡ് പ്രൊഫൈൽ ഡിഫൻഡറും ഒക്കെ ആയിട്ട് ചെറിയ സാമ്യമൊക്കെ പറയാനുണ്ട്. തന്നെയുമല്ല നമ്മളെപ്പോഴും ഈ കണ്ട് ശീലിച്ച രൂപങ്ങളിൽ നിന്നൊരു മാറ്റമാണ് സിറോസിൻ്റെ എന്നുള്ള ഒരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും ഗംഭീരമായ സംഭവം എന്ന് പറയുന്നത് ബാക്ക് സീറ്റ് കംഫർട്ടാണ്. ഇത്രയധികം ലെഗ് സ്പേസ് എങ്ങനെ ഈ ഒരു വാഹനത്തിൽ ഒപ്പിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് അതിശയം തോന്നുന്നു. ആ രീതിയിൽ കംഫർട്ടബിളായിട്ടുള്ള ബാക്ക് സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ രസകരമായ ഡാഷ്ബോർഡും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് പറയേണ്ട കാര്യമില്ല. കീ ആകുമ്പോഴത്തേക്കും ഫീച്ചേഴ്സിൻ്റെ ധാരാളത്തിൽ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലും വളരെ മികച്ച ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് കാര്യമായ രീതിയിൽ ഓടിച്ചെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് നമ്മളത് ഓടിച്ചത്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ വഴിയൊക്കെ തെറ്റി, എന്നിട്ട് ഫ്ലൈറ്റിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പ് ടൗണിൽ കൂടെ ഒക്കെ മരണപ്പാച്ചിൽ പറഞ്ഞാണ് ഞാൻ വാഹനം തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലെത്തി അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ എല്ലാ തരത്തിലും ഡ്രൈവ് ചെയ്തെന്ന് പറയാം. ഹൈവേയിൽ ചവിട്ടിപ്പിടിച്ച് ഡ്രൈവ് ചെയ്തു, സിറ്റിയിൽ കൂടി നല്ല തിരികെ ഡ്രൈവ് ചെയ്തു, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡ്രൈവും ചെയ്തു. രസകരമായ അനുഭവമായിരുന്നുള്ള ഒരു സംശയമില്ല. അപ്പം ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാന്തരമാണ്, വിസിബിലിറ്റി ഒന്നാന്തരമാണ്. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് 189 മില്ലിമീറ്റർ ഉണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് ചേരുന്നത് തന്നെയാണ്. ഇൻറ്റീരിയർ സ്പേസ് 2550 വീൽ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് ഒട്ടും മോശമല്ല. 118 BSP എഞ്ചിനാണ് നമ്മൾ ഓടിച്ച 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതിൽ 118 BSP ആണ് അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. മൈലേജ് കമ്പനി ഈ DCT 7 സ്പീഡ് DCT ഗിയർ ബോക്സിന് പറയുന്നത് 17.68 km/L എന്ന് പറയുമ്പോൾ ഒരു 15 വരെയൊക്കെ ഹൈവേ പ്രതീക്ഷിക്കാം. സിറ്റിയിൽ ഒരു 12-13 വരെയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് രസകരമായ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. DSG എന്നുള്ള പേരിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫോക്സ്വാഗൺ പോളോയിലും മറ്റും. അതിൻ്റെ തന്നെ കിയ രൂപമാണ് ഈ DCT എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു വാഹനമായിട്ട് തോന്നി. തന്നെയുമല്ല വിലയുടെ കാര്യത്തിലും അങ്ങനെ അമിത വിലയായിട്ട് തോന്നിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചൊരു വില തന്നെയാണ് ആ വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാമെന്നുള്ള കാര്യമാണ്. നമ്മളൊരു പുതിയ വാഹനം സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കിയ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പിന്നെ ദീർഘദൂരമൊക്കെ സഞ്ചരിക്കണമെങ്കിൽ തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് 390 ലിറ്റർ ബൂട്ട് സ്പേസും ഉണ്ട്. അങ്ങനെ ഒരു കുടുംബയാത്രയ്ക്ക് പറ്റിയ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണിത്. വളരെ വ്യത്യസ്തമായൊരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് നമ്മൾ കണ്ട വാഹനങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് വിളിക്കാവുന്നത് സിറോസിനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. കിയയുടെ വാഹനങ്ങളുടെ എല്ലാ ക്രെഡിബിലിറ്റിയും ആ വാഹനത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്കിനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുക വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഒരാൾ നശിച്ച് കാണുന്ന അത്രയും സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല.
എത്ര അടുത്ത സുഹൃത്താണെങ്കിലും നശിച്ച് കാണുമ്പോൾ അയ്യോ പാവം നശിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പോലും കൊള്ളാം നശിച്ചല്ലോ എന്നൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് മലയാളിയുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു വാർത്തയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഹീറോ മോട്ടോകോർപ്പ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും അധികം വാഹനങ്ങൾ വിറ്റിരുന്ന ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനി. ഇത്രയും വർഷങ്ങളായിട്ടെങ്കിൽ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു. വളരെ സന്തോഷമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് ഒരു നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് തന്നെയല്ല, ഇന്ത്യയിൽ പോലും 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ, ഹീറോയെ സംബന്ധിച്ച് ദുഃഖകരമായ, ശത്രുക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് 2025 ഫെബ്രുവരിയിലാണ് ഹീറോ മോട്ടോകോർപ്പ് എന്ന ഇന്ത്യൻ കമ്പനിയെ തോൽപ്പിച്ചുകൊണ്ട് ജാപ്പനീസ് കമ്പനിയായ ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ മുൻനിരയിലെത്തിയത്, 1-ാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 2-ാം സ്ഥാനത്ത് ഇവരാണെന്ന്. അതുമല്ല, 2-ാം സ്ഥാനത്ത് TVS കുത്തിക്കയറി എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമെന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ വർഷങ്ങളോളം ലോകത്തിൽ 1-ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന ഹീറോ മോട്ടോകോർപ്പ് 3-ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് സുഖകരമായ വസ്തുതയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ആഭ്യന്തര മാർക്കറ്റ്, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഏറ്റവും അധികം വിൽക്കുന്ന ടൂ വീലേഴ്സിൻ്റെ 30.2% ഹീറോ മോട്ടോകോർപ്പിൻ്റെ ബൈക്കുകളും സ്കൂട്ടറുകളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 28.6% മാർക്കറ്റ് ഷെയർ കുറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. 2025 ഫെബ്രുവരിയിൽ ഹീറോ മോട്ടോകോർപ്പ് 3.88 ലക്ഷം വാഹനങ്ങളാണ് വിറ്റതെങ്കിൽ ഹോണ്ട 4.22 ലക്ഷം വാഹനങ്ങൾ വിറ്റുകൊണ്ടാണ് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ വർഷം വിറ്റ വാഹനങ്ങളുടെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 17.2% ഇടിവാണ് ഹീറോ മോട്ടോകോർപ്പിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് മറ്റേ കക്ഷി വന്ന് കയറിയത് TVS 4.03 ലക്ഷം യൂണിറ്റുകൾ വിറ്റ് 2-ാം സ്ഥാനത്തെത്തി. TVSനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 9.6% വളർച്ചയാണ് ഈ വിൽപ്പനയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. TVS ഇതേ മാസം 1.24 ലക്ഷം വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ TVSൻ്റെ വാഹനങ്ങൾ എത്തിപ്പെടാത്ത രാജ്യങ്ങളില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ അടുത്തുള്ള സൗത്ത് അമേരിക്കയിൽ ഒരു 6 രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ എല്ലാം TVS കാണാം. നമ്മൾ ആഫ്രിക്കയിൽ എവിടെ പോയാലും TVS കാണാം. അങ്ങനെ TVS അതിൻ്റെ 3 വീലേഴ്സും 2 വീലേഴ്സും ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 1.24 ലക്ഷം 1,24,000 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യാൻ സാധിച്ചത്. TVSൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറുകളും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. 24,017 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് TVS ഫെബ്രുവരിയിൽ വിറ്റത്. എന്തായാലും 1-ാം സ്ഥാനം തിരികെ കിട്ടാൻ വേണ്ടി ഹീറോ മോട്ടോഴ്സ് കാര്യമായ രീതിയിൽ പ്രയത്നിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹീറോയുടെ ബൈക്കുകളിൽ ഒരു വലിയ ശതമാനവും വിൽക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിൽ വലിയൊരു ഗ്രിപ്പ് ഒരു കാലത്തും ഹീറോയ്ക്ക് സാധ്യമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ഹീറോ എന്ന് പറയുന്നത് അങ്ങനെ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ട്. അപ്പോൾ കേരളത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മോഡലുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഹീറോയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും 1-ാം സ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയുള്ള കാലം ഗംഭീരമായ യുദ്ധത്തിൻ്റെ കാലമായിരിക്കും എന്നുള്ള സംശയമില്ല. 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹീറോ മോട്ടോകോർപ്പും 1-ാം സ്ഥാനം പോകാതിരിക്കാൻ വേണ്ടി ഹോണ്ടയും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കും. അതിൻ്റെ ഇടയ്ക്ക് 2-ാം സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി TVSൻ്റെ യുദ്ധവും വരും. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിനാണ് നമ്മുടെ ഇരുചക്ര വാഹന വിപണി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഹീറോ മോട്ടോകോർപ്പ്. എങ്ങനെയെങ്കിലും 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണെന്ന് അറിയാമല്ലോ. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 35-ലധികം സർവീസ് സെൻറ്റേഴ്സും സെയിൽസ് സെൻറ്റേഴ്സും പോപ്പുലർ ഹുണ്ടായിക്കുണ്ട്. നിങ്ങൾക്ക് ഹുണ്ടായുടെ ഏത് വാഹനം ഓടിച്ചു നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എവിടെയായാലും കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചു തരും. ഓടിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത് ഹുണ്ടായി ക്രെറ്റ EVയെ പറ്റിയാണ്. ഹുണ്ടായി ക്രെറ്റ EV ഒരു ഗംഭീര വാഹനമാണ്. ഞാനത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. 390 തൊട്ട് 473 കിലോമീറ്റർ വരെ റേഞ്ച് വരുന്ന 2 ബാറ്ററി പാക്കുള്ള ഒരു വാഹനമാണ്. അതിൻ്റെ കാര്യത്തിൽ സംഭവിക്കാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ 5% നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് വാഹന വിലയുടെ. അതിപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളുടെ ടാക്സ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പോലെ ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം കൂടി ശരിയാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ടാക്സ് വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വാഹന വിലയുടെ അനുസരിച്ചുള്ള ചില സ്ട്രക്ചേഴ്സാണ്. അതായത് ഇപ്പോൾ 15 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% തന്നെ ടാക്സ് കൊടുത്താൽ മതി. 15 തൊട്ട് 20 ലക്ഷം രൂപ വരെ വില വരുന്ന വാഹനങ്ങൾക്കാകുമ്പോൾ അത് 8% ആകും. അതിൻ്റെ മുകളിലേക്ക്, അതായത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അടിസ്ഥാന വിലയുടെ 10% ടാക്സ്. എന്ന് പറയുമ്പോൾ ഹുണ്ടായി ക്രെറ്റ EV പോലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ 10% ടാക്സ് വരികയാണ്. എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ടാക്സ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപ വരെ വില വർധനവ് ഏപ്രിലോടുകൂടി സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ടാക്സ് വെച്ചിട്ടുള്ള വില കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ
അതൊന്ന് ഓടിച്ച് നോക്കുക, അത് ബുക്ക് ചെയ്യുക. ഗംഭീര വാഹനമാണ്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹ്യുണ്ടായി ക്രെറ്റ EV എത്തിച്ചു തരും. ഓടിച്ച് നോക്കി ബുക്ക് ചെയ്യുമ്പോൾ പറയാം ബൈജോൻ നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും. വലിയ ഡിസ്കൗണ്ടൊന്നും പ്രതീക്ഷിക്കരുത്, പുതിയ വാഹനമായതുകൊണ്ട് തന്നെ. എങ്കിലും ചോദിച്ച് നോക്കാമല്ലോ, അത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഹ്യുണ്ടായി ക്രെറ്റ ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം സംശയമില്ല. ഗംഭീര വാഹനമാണ്. പിന്നെ പറയാനുള്ളത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചോദ്യത്തിലെ വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്നുള്ളതാണ്. 2 തരത്തിലയക്കാം. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം, ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര പങ്ക്തികളുടെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.